ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം പേസ് ബൗളർമാരുടെ സമ്പൂർണ്ണ ആധിപത്യം. 16 വിക്കറ്റുകൾ വീണ ആദ്യ ദിനം ഹാരി ബ്രൂക്കിനൊഴികെ ഇരു ടീമുകളുടെയും മറ്റ് ബാറ്റർമാർക്ക് കാര്യമായി ശോഭിക്കാനേ കഴിഞ്ഞില്ല. ആദ്യ ഇന്നിംഗ്സിൽ വെറും 140 റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ടിനെതിരെ 61-6 എന്ന തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ് ന്യൂസിലൻഡ്. 14 ഓവറിൽ 62 റൺസിന് 5 വിക്കറ്റ് നേടി കെയിൽ ജാമിൻസൺ ഇംഗ്ലണ്ടിനെ തകർത്തപ്പോൾ 6 ഓവറിൽ 10 റൺസിന് 4 വിക്കറ്റ് നേടിയ റോബിൻസനാണ് ഇംഗ്ലീഷ് തിരിച്ചടിക്ക് നേതൃത്വം നൽകിയത്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ടോസ് വിജയിച്ച ന്യൂസിലൻഡ് ആതിഥേയരെ ബാറ്റിങ്ങിനേക്കായിരുന്നു. 6-ാം ഓവറിൽ ഓപ്പണർ ഇമാലിയോ ഗേയെ മടക്കി ജാമിൻസനാണ് വിക്കറ്റ് വേട്ട ആരംഭിച്ചത്. കിവീസ് പേസ് അറ്റാക്കിന് മുമ്പിൽ തകർന്നടിഞ്ഞ് ഇംഗ്ലണ്ട് 55-5 എന്ന നിലയിൽ തകർച്ചയിലെത്തിയിരുന്നു. 6-ാം വിക്കറ്റിൽ ബ്രൂക്ക് സ്റ്റോക്സ് സഖ്യം ഇംഗ്ലണ്ടിനെ രക്ഷിക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും വില്യംസിൻ്റെ തകർപ്പൻ ക്യാച്ചിൽ സ്റ്റോക്സിനെ ജാമിൻസൺ തന്നെ മടക്കി. 64 പന്തിൽ നിന്നും 50 നേടിയ ഹാരി ബ്രൂക്ക് നടത്തിയ ചെറുത്തുനിൽപ്പ് ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ ഇന്നിംഗ്സിൻ്റെ 32-ാം ഓവറിൽ ബ്രൂക്കിനെ നഥാൻ സ്മിത്ത് പുറത്താക്കി. 71 പന്തിൽ 10 ഫോർ ഉൾപ്പെടെ 56 റൺസായിരുന്നു ഹാരി ബ്രൂക്കിൻ്റെ സംഭാവന. എന്നാൽ ജോഷ് ടങ് ഷോയ് ബഷീർ സഖ്യം അവസാന വിക്കറ്റിൽ 22 റൺസ് നേടി 140 റൺസിൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചു. മറുപടി ബാറ്റിംഗിൽ 2-ാം ഓവറിൽ 3 വിക്കറ്റെടുത്ത് റോബിൻസൺ ടെസ്റ്റ് ടീമിലേക്കുള്ള മടങ്ങിവരവ് ഉജ്ജ്വലമാക്കി മാറ്റി. 29-6 എന്ന നിലയിൽ തകർന്നടിഞ്ഞ കിവീസിനെ ഗ്ലെൻ ഫിലിപ്സിൻ്റെ ബാറ്റിംഗ് മികവാണ് ആദ്യ ദിനം ഓൾ ഔട്ടാകാതെ രക്ഷപ്പെടുത്തിയത്. 1-ാം ദിനം 61-6 എന്ന നിലയിൽ നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ 34 പന്തിൽ 6 ഫോർ ഉൾപ്പെടെ 31 റൺസുമായി നിൽക്കുന്ന ഗ്ലെൻ ഫിലിപ്സിലാണ് കിവീസിൻ്റെ സകല പ്രതീക്ഷയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.